നമസ്തേ. ഞാൻ രഞ്ജിത്ത്, യോഗ പ്രാണവിദ്യയുടെ സീനിയർ ട്രെയിനറാണ്, ഓതറൈസ്ഡ് ട്രെയിനറാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മിക്ക ആളുകൾക്കുമുള്ളൊരു വിഷമമാണ്, ഉറക്കം ശരിയാവണില്ല, ഡീപ്പായിട്ട് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്കൊരു പരിഹാരമായിട്ട് ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു രീതിയാണ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ശരീരം വളരെ തളർന്ന് കിടക്കുക. ആദ്യം ഒരു പ്രയർ ചെയ്യുക, അവരവരുടെ താല്പര്യം അനുസരിച്ചൊരു പ്രാർത്ഥന നടത്തുക, സർവേശ്വര അല്ലെങ്കിൽ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ പ്രകൃതിയെ തന്നെ ആരാധിക്കുക. എന്നിട്ട് ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് കൂടുതൽ ഫലപ്രദമായി വരണേ, എൻ്റെ ജീവിതത്തിൽ അത് വളരെ സൗഖ്യമുണ്ടാക്കണേ, എൻ്റെ ഉറക്കം വളരെ സുഖപ്പെടുത്തി തരണേ എന്ന് നമ്മളൊന്ന് അപേക്ഷിക്കുക. ആരോട് അപേക്ഷിക്കാം? നമുക്ക് ഈ പ്രകൃതിയോട് അപേക്ഷിക്കാം, നമ്മൾ നിലനിൽക്കുന്ന ഈ സാഹചര്യങ്ങളോട് അപേക്ഷിക്കാം, ഭൂമിയോട് അപേക്ഷിക്കാം, ദൈവത്തിനോട് അപേക്ഷിക്കാം, എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ബ്ലൂ നിറത്തെ ഇൻഹെയിൽ ചെയ്യുക. നീലപ്രകാശം ഉള്ളിലേക്ക് കടന്നു വരുന്നതും വയറിലേക്ക് ശ്വാസം എടുക്കുക. എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന എനർജി, ബ്ലോക്ക്ഡായിട്ട് നിൽക്കുന്ന എനർജി, സ്ട്രെസ്സായിട്ടും വിഷമമായിട്ടും ഭയമായിട്ടും ആങ്സൈറ്റി ആയിട്ടൊക്കെ നമ്മുടെ ഉള്ളിൽ പല ഊർജ്ജങ്ങളും കെടുക്കുന്നുണ്ടാവും. അന്നത്തെ കാര്യങ്ങൾ ആലോചിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഊർജ്ജമണ്ഡലങ്ങളിൽ ഈ വക ഊർജ്ജങ്ങളുണ്ടായിരിക്കും. നമുക്കത് പ്രകടമായി മനസ്സിലാവുന്നില്ലെങ്കിലും അതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ഉറക്കം പൂർണ്ണമായി ലഭ്യമാകാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് ബ്ലൂ പ്രാണനെ ശരീരത്തിലേക്ക് സ്വീകരിക്കുക. ബ്ലൂ പ്രാണനെ സ്വീകരിച്ച് എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കൂടിയിട്ടുള്ള ചീത്തയായിട്ടുള്ള ഊർജ്ജങ്ങൾ മുഴുവനും പുറത്തേക്ക് കളയുക. പേടിയുടെയാണോ, വിഷമത്തിൻ്റെയാണോ, വിദ്വേഷത്തിൻ്റെയാണോ, വെറുപ്പിൻ്റെയാണോ, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളിലുണ്ടായിട്ടുണ്ടോ, ആ എനർജിയൊക്കെ നമുക്ക് ആ നേരത്ത് സുഖമായിട്ടുള്ള ഉറക്കം ആവശ്യമാണ്. പിറ്റേ ദിവസം വളരെ ശക്തരായി എഴുന്നേറ്റ് നമുക്ക് പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ചിന്തകളുള്ളിൽ ഉണ്ടെങ്കിലും ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ചിന്തകളൊക്കെ വരും. അപ്പോൾ നമുക്കിതിനെയൊക്കെ ഇനി ചിന്തകൾ വന്നില്ലെങ്കിലും നമ്മൾ ഉറക്കത്തിലേക്ക് കൃത്യമായിട്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് ഈ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബ്ലൂ കളറ് ഇൻഹെയിൽ ചെയ്യുക, ആൻഡ് എക്സ്ഹെയിൽ ഡേർട്ടി എനർജി, സ്ട്രെസ്ഡ് എനർജി, ആങ്കർ എനർജി, ഇറിറ്റേറ്റഡ് എനർജി, ഫിയർ എനർജി, ആങ്സൈറ്റി എനർജി, അങ്ങനെ എൻവിയസ്നെസ്, ജലസി എനർജി, അങ്ങനെയൊക്കെ നമുക്ക് അതിനെ എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ പുറത്തേക്ക് കളയുക. ഇൻഹെയിൽ ബ്ലൂ കളർ, അതങ്ങനെ കുറച്ച് നേരം അങ്ങനെ ചെയ്യുക. അതിങ്ങനെ കുറച്ച് നേരം ചെയ്ത് നിങ്ങൾ ഉറക്കത്തിലേക്ക് മാറിപ്പോകുന്നത് അറിയാം. വളരെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ആദ്യം തുടക്കത്തിൽ 1, 2, 3 ദിവസമൊക്കെ അതൊന്ന് കണക്ട് ചെയ്ത് കിട്ടാനായിട്ട്, ഒന്ന് ശരിയായി വരാനായിട്ട് ചിലപ്പോൾ ആദ്യം തന്നെ അത് റിസൾട്ട് കിട്ടും. ഇനി ചിലപ്പോൾ 2-3 തവണ കഴിയുമ്പോഴാവും കുറച്ച് ശരിയായിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള റിസൾട്ട് കിട്ടുക. ഇത് പരീക്ഷിച്ച് നോക്കുക. ഞാൻ പറയണത് അങ്ങനെ തന്നെ വിശ്വസിക്കല്ല, നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾ സ്വയം കണ്ടെത്തുക. അങ്ങനെ സെൽഫ് ഹീലിംഗ് എങ്ങനെ കൊണ്ട് എങ്ങനെ ഉറക്കത്തെ നമുക്ക് സുന്ദരമാക്കാം, നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങാം. ഇന്ന് ഞാനിത് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെവരും ഇത് പരിശീലിക്കുമെന്നും ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മികച്ച ഇതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇവിടെ ഉപസംഹരിക്കട്ടെ. എൻ്റെ ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഗുരുപത്നിയുടെയും മറ്റുള്ള ലോകത്തിലുള്ള എല്ലാ ഗുരു പരമ്പരകളുടെയും സ്വാധീനത്തിലും ശക്തിയിലും എനിക്കിത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അവസരമുണ്ടായിരുന്നു. ഞാൻ നന്ദി പറയുന്നു.